ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, ഈ കർക്കിടകത്തിൽ ഏറ്റവും അധികം ഈശ്വര ഭജനകളുടെ മാസമാകുന്നു. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ശ്രീരാമനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രാർത്ഥനകൾക്ക് ഏറ്റവും അനുകൂലമായ മാസമാകുന്നു. ശ്രീരാമ സഹസ്രനാമം, ശ്രീരാമ അഷ്ടകം, ആദിത്യഹൃദയം, ശ്രീരാമ അഷ്ടോത്തര ശതകം, ശ്രീരാമ കവചം, സീതാകവചം, സീതാസഹസ്രനാമം ഒക്കെ ജപിക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും വലിയ പുണ്യമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ വിഷ്ണു സഹസ്രനാമവും ശ്രീരാമ സഹസ്രനാമവും ഡോക്ടർ മാരാർജി യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഭക്തിസാന്ദ്രമായ വീഡിയോകൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അയച്ചു കൊടുക്കുക. ഒരു വലിയ പുണ്യമാണ്. രാമൻ്റെ മെസ്സേജ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യത്തിന് നിങ്ങളും ഭാഗഭാക്കാകണം. നാം ഇവിടെ വാരഫലത്തിൽ ചർച്ച ചെയ്യുന്നു 1199 കർക്കിടകം 8-ാം തീയതി മുതൽ 15-ാം തീയതി വരെ, ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള 8 ദിവസങ്ങൾ, അതായത് 2024 ജൂലൈ 23 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലെ ശുഭാശുഭ ഫലങ്ങൾ. ആദ്യമായി കർക്കിടകൻ രാശി. പുണർവസു പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന രാശിയാകുന്നു കർക്കിടക രാശി. ഇന്ന് കർക്കിടകൻ രാശിയിൽ ലഗ്നത്തിൽ സൂര്യനും ശുക്രനും, 2-ൽ ബുധൻ, 3-ൽ കേതു, 4-ൽ മാന്തി, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ രാഹു, 11-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം. പ്രായണ ഇന്ന് നല്ല ഒരു രാശിയാകുന്നു കർക്കിടകൻ രാശി. സാമ്പത്തികമായി ലഭിക്കാനുള്ള കാശൊക്കെ വാങ്ങുവാൻ തന്ത്രപൂർവ്വം നീങ്ങേണ്ടുന്ന സമയമാകുന്നു. തൻ്റെ പല പദ്ധതികളും യാത്രയും മുടങ്ങിപ്പോയി, കാശ് ലഭിക്കുന്നില്ല, കൊടുത്ത കാശ് തിരികെ കിട്ടുന്നില്ല. ഈ വാരം അതിനു വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ കാശ് വാങ്ങിയ വ്യക്തി നമ്മുടെ വിസ അല്ലെങ്കിൽ പേപ്പേഴ്സ്, നിങ്ങളുടെ ജോലി ശരിയായി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കുന്ന ഒരു 8 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇവിടെ സൂര്യനും ശുക്രനും കൂടെ മൗഢ്യമില്ലാതെ ഒന്നിച്ചു നിൽക്കുന്നു എന്നൊരു പ്രത്യേകത ഇന്ന് കർക്കിടകം രാശിക്കുണ്ട്. രംഗ ആയുധൈഹി ലബ്ധസ്വം, ആയുധങ്ങളെ കൊണ്ടും രംഗത്തും ശോഭിക്കുമെന്നാണ്. ഏറ്റവും അധികം ഇവൻറ്റ് മാനേജ്മെൻറ്റ്, സിനിമക്കാർ അല്ലെങ്കിൽ സീരിയലുകാർ അല്ലെങ്കിൽ ഡാൻസ് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക്, കളരി പെർഫോം ചെയ്യുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ കലാവാസനകൾ പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമാണ് മുന്നിൽ വരുന്നത്. ഉത്സാഹിക്കണം. പലപ്പോഴും ഓഡിയോ ടെസ്റ്റിങ്ങിനൊക്കെ വളരെയധികം ദൂരം സഞ്ചരിക്കേണ്ടി വരും. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ മലബാറുകാർക്ക് പോകേണ്ടുന്ന സമയമാണ്. നിങ്ങളുടെ ലക്ക് പരീക്ഷിക്കണം. യാത്രയിലൂടെ ഗുണം വരുന്നു. 7-ാം ഭാവത്തിൽ ചന്ദ്രൻ ശക്തനായി നിൽക്കുന്നു. ദദദ്ദാരശം സപ്തമേ ശീതരശ്മിഹി ധനിത്വം ഭവേത് അധ്വവാണിജ്യതോപി, വഴിയിൽ കച്ചവടം ചെയ്ത് കാശുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. ദാരശം ഭാര്യാസുഖം ലഭിക്കുന്നു. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാവാൻ പറ്റിയ വാരമാണ്. പെണ്ണു കാണൽ ചടങ്ങ്, ചെക്കൽ കാണൽ ചടങ്ങ് ഇതൊക്കെ അനുകൂലമാകുന്ന വാരമാകുന്നു. 2-ലെ ബുധൻ നന്മകൾ പ്രദാനം ചെയ്യുന്നു. ധനി എന്നാണ് 2-ലെ ബുധന് ഫലം പറഞ്ഞിരിക്കുന്നത്. ധനമസ്യ അസ്ഥീതി ധനി, താൻ ധനികനാവും. പല രീതിയിലുള്ള സാമ്പത്തികമായ വരവിൻ്റെ സമയമാകുന്നു. പ്രത്യേകിച്ച് ഗാംബ്ലിംഗ്, ചൂതാട്ടം, ചീട്ടുകളി, ലോട്ടറി, ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റിംഗ്, ബ്രോക്കേഴ്സ് ഇവർക്കൊക്കെ അനുകൂലമായ വാരമാകുന്നു. ഈസിലി ദേ ക്യാൻ മേക്ക് മണി ഇൻ ദിസ് വീക്ക്. പക്ഷേ കർമ്മമേഖല നന്നായി ചൂസ് ചെയ്ത് മുന്നോട്ട് പോവുക.
എല്ലാം തികഞ്ഞിരിക്കുന്നു ഈ രാശിയിൽ. ശനി അഷ്ടമത്തിലാണ്, ദുർബലനാണ്. പക്ഷേ ശനിക്കും വക്രതയുണ്ട്. ഇവിടെ ധർമ്മകർമാധിപന്മാരുടെ രാജയോഗം ഈ വിഷയത്തിൽ നടക്കുന്നു. 9ാം ഭാവം ധർമ്മമാകുന്നു, 10ാം ഭാവം കർമ്മമാകുന്നു. ഈ ഗ്രഹങ്ങൾ പരസ്പരം യോജിച്ച് അതിശക്തമായി 11ാം ഭാവത്തിൽ നിൽക്കുന്നു. നല്ല ഒരു യോഗമാകുന്നു. സ്ത്രീകൾക്ക് ഗർഭം ധരിക്കുവാനുള്ള അനുകൂലമായ സമയമാണ്. അതിനുവേണ്ടി ശ്രമിക്കണം. ഗർഭിണികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്ടറെ കണ്ട് ചികിത്സയ്ക്ക് മുന്നോട്ട് നീങ്ങേണ്ട സമയമാണ്. അതേ രീതിയിൽ പ്രായമുള്ള ഗ്രാൻഡ് ഫാദേഴ്സിന് തങ്ങളുടെ മക്കളെ കാണാൻ, അവരുടെ കൊച്ചു കാലുകൾ കാണാൻ വളരെ അനുകൂലമായൊരു ഭാഗ്യം, സൗഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന വാരമാകുന്നു ഈ ഒരു വാരം. ജൂലൈ 31-ാം തീയതി വരെ, ആഗസ്റ്റ് 15-ാം തീയതി വരെ രാത്രി വാഹനങ്ങളും രാത്രി യാത്രകളും ജലത്തിലുള്ള കുളിയും ശ്രദ്ധിക്കണം. ജലത്തിലൂടെ വാഹനത്തിലൂടെ അപകടം വരും. ഫിഷർമെൻ കടലിൽ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന മാസമാകുന്നു ഈ കർക്കിടക മാസം കഴിയുന്നത് വരെ, ആഗസ്റ്റ് 16-ാം തീയതി വരെ. പുതിയ സൗഹൃദങ്ങൾ, പ്രണയബന്ധങ്ങൾ, കാമിനിയെ കാണുവാൻ പോകുന്ന വാരമൊക്കെയാണ്. പക്ഷെ ആ സമയത്ത് രാത്രി കാമിനിയെ കാണാൻ പോകരുത്. അവിടെ തനിക്ക് ചതിക്കുഴി ഒരുക്കും ആരെങ്കിലും. അതിനാൽ സുഹൃത്തുക്കളോട് കാമുകിയെ കാണാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ സുഹൃത്ത് നിങ്ങളെ ചതിക്കും. അയാൾ ഫോൺ ചെയ്ത് ആ പരിസരത്തുള്ളവരെ അറിയിക്കും, ഇങ്ങനെ ഒരാൾ അവിടെ രാത്രി ആ സമയത്ത് വരുന്നുണ്ടെന്ന് പറയും. സ്വതവേ ജാതകത്തിൽ ആയുർവിത്തം ഗൃഹഛിദ്രം മന്ത്രം ഔഷധ സംഗമം, തൻ്റെ കുടുംബകലഹങ്ങൾ, തൻ്റെ സംഗമം, തൻ്റെ ചുറ്റിക്കളികൾ ഒരു തരത്തിലും പുറത്തു പറയരുത്. സുഹൃത്ത് ശത്രുവിൻ്റെ രൂപത്തിൽ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും. വളരെ ശ്രദ്ധിക്കുക. 2-ലെ ബുധൻ സാമ്പത്തികമായ ഗുണം ഒക്കെ ഞാൻ സൂചിപ്പിച്ചു. ഈ സമയം വിദേശത്ത് പോകുന്ന മഠത്തിൻ്റെ അധിപതികൾക്ക് അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ധാരാളം കാശ് സമ്പാദിക്കുവാനുള്ള സമയമാണ്. ആശ്രമക്കാർക്ക്, ക്ഷേത്ര ഭാരവാഹികൾക്ക് വിദേശത്ത് പോയി ഫണ്ട് പിരിക്കുവാനുള്ള ഏറ്റവും നല്ല സമയമാകുന്നു. 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, സ്ത്രീരാശിയാണ്. അതിനാൽ ഭാര്യയെ കർക്കിടക മാസം സുഖചികിത്സയ്ക്ക് വിടണം. ആയുർവേദ ചികിത്സക്കൊക്കെ വിട്ട് അവരുടെ ശരീരത്തിനെ സംരക്ഷിക്കേണ്ടുന്ന മാസമാകുന്നു ഈ കർക്കിടക മാസം. അതിനുവേണ്ടി ഉത്സാഹിക്കുക. വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുമില്ലാതെ ഈ ഒരു 8 ദിവസക്കാലം കർക്കിടക രാശിക്കാർക്ക് മുന്നോട്ട് പോകാം. അനുകൂലമായ ദിവസങ്ങൾ 23, 24 തീയതികൾ അവിട്ടവും ചതയവുമാകുന്നു. കർക്കിടകൻ രാശിക്കാരുടെ അഷ്ടമരാശി കൂറാകുന്നു. അതിനാൽ ഈ ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ പാടില്ല. കർക്കിടകൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ദിവസം 26-ാം തീയതി വെള്ളിയാഴ്ച, 27-ാം തീയതി ശനിയാഴ്ച, 28-ാം തീയതി ഞായറാഴ്ച അശ്വതി നക്ഷത്രവും. 3 ദിനങ്ങളും അനുകൂലമാണ്. കറുത്തപക്ഷത്തായിക്കോട്ടെ. പക്ഷേ 28-ാം തീയതി ഞായറാഴ്ച കറുത്തപക്ഷത്തിലെ അഷ്ടമിയാകുന്നു. അന്ന് വിവാഹത്തിന് ഏറ്റവും നല്ല ദിവസമാണ്. പക്ഷേ മറ്റൊന്നിനും, സാമ്പത്തികമായ വിഷയത്തിലൊന്നും ഈ തിഥി, അഷ്ടമി തിഥി നിങ്ങൾ ഉപയോഗിക്കരുത്. അതേ രീതിയിൽ 31-ാം തീയതി ബുധനാഴ്ച രോഹിണി നക്ഷത്രം വളരെ അനുകൂലമായ ദിവസമാകുന്നു. 11-ാം ഭാവത്തിൽ നിൽക്കുന്നു രോഹിണി നക്ഷത്രം കർക്കിടകം രാശിക്കാർ. എല്ലാ ശുഭകാര്യങ്ങളും നിങ്ങൾക്ക് തീരുമാനിക്കാം. കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാണെങ്കിലും ബുധനാഴ്ചയും രോഹിണിയും നിങ്ങളെ ചതിക്കുകയില്ല. പക്ഷേ ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പറ്റുന്ന ദിവസമല്ല ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും. ഇവിടെ അനുകൂലമായ പ്രാർത്ഥന ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന മാത്രം. ചിന്മുദ്രയിൽ ആ പ്രാർത്ഥന നിങ്ങൾ 9ൻ്റെ ഗുണിതങ്ങളായി 9, 18, 27, 36 തവണകളായി ജപിക്കുക. ഓം ശം ശനീശ്വരായ നമഃ, എനിക്ക് ശനീശ്വരൻ സ്വസ്ഥത തരട്ടെ എന്ന ആ മന്ത്രം. ഇതാ പ്രിയപ്പെട്ട കർക്കിടകൻ രാശിക്കാർക്കും വളരെ സുഖകരമായ ഒരു വാരം ആശംസിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങം രാശിയെക്കുറിച്ചാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന രാശിയാകുന്നു ചിങ്ങൻ രാശി. ഇന്ന് രാശിയിൽ ബുധനുണ്ട്, 2-ൽ കേതു, 3-ൽ മാന്തി, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, 7-ാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ചൊവ്വ,
വ്യാഴം, 12ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ. ഇന്ന് ചിങ്ങൻ രാശിക്കാർക്ക് ബുധൻ പ്രായണ രാശിയിൽ ബലവാനായി നിൽക്കുന്നു. ബുധോ മൂർത്തികോ മാർജേത് അന്യരിഷ്ടം വരിഷ്ഠാദിയ വൈഖരി വൃത്തിഭാജ. എല്ലാ അരിഷ്ടതകളെയും ലഗ്നത്തിലെ ബുധൻ മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചികിത്സ അറിയുന്ന ആളുകളാകുന്നു. ദുശ്ചികിത്സാ ഭവന്തി. പലപ്പോഴും തൻ്റെ രോഗത്തിന് പരിഹാരമില്ല ബുധൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രാശ്യധിപനായ സൂര്യൻ ദുസ്ഥനായി 12ൽ നിൽക്കുന്നു. പതിതസ്തുരിഭേ, വീഴ്ചയുടെ സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. കർമ്മമേഖലയിൽ ചൊവ്വയും വ്യാഴവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും കർമ്മവധിയായ ഗ്രഹം, തൊഴിലിനെ ചിന്തിക്കുന്ന ഗ്രഹം ശുക്രൻ 12ാം ഭാവത്തിൽ സൂര്യനോടുകൂടെ നിൽക്കുന്നു. കർമ്മത്തിൽ പ്രത്യേകിച്ച് ഒരു പുതിയ കർമ്മമേഖല സ്വീകരിക്കേണ്ട വരമല്ല ഇത്. വളരെ ആലോചിച്ച് മാത്രം കർമ്മമേഖലയിൽ പുത്തൻ കാര്യങ്ങൾ സ്വീകരിക്കുക. സ്ത്രീ സംബന്ധമായ അപഖ്യാദികൾ വളരെയധികം കേൾക്കും. സ്ത്രീപീഡനത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. ഒരു ബന്ധനയോഗമുണ്ട്. സ്ത്രീ വിഷയം ചിന്തിക്കാനേ പാടില്ല. വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും ഈ വാരം. പ്രത്യേകിച്ച് ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ആശ്രയഫലവും വളരെ മോശമാണ്. സ്ത്രീദ്വേഷ്യ, സ്ത്രീഭിഹി ദ്വേഷ്ടും യോഗ്യ. സ്ത്രീകളാൽ ദ്വേഷിക്കുവാൻ, വിരോധം വരുവാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ ലോല, സ്ത്രീകളോട് ലോലമായ വീക്ക്നെസ്, ദുർബലത പ്രകടിപ്പിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. തൻ്റെ കർമ്മമേഖലയിൽ സ്ത്രീകൾ കാരണം തനിക്കൊരു അപഖ്യാതി വരുന്ന സമയമാണ്. നല്ല വെള്ള ഷർട്ടിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഒരു കുടം മഷി കുടഞ്ഞാൽ ഉണ്ടാകുന്ന ദയനീയമായ അവസ്ഥ സ്ത്രീ വിഷയത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കാലമാണ്. ഇത് കലിയുഗമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് വിധേയരായ രാശിയാകുന്നു ചിങ്ങൻ രാശി. ചന്ദ്രൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നു. മാതാവിന് അരിഷ്ടത, രോഗങ്ങളുണ്ടാകുന്നു, അല്ലെങ്കിൽ അമ്മയെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്നു. അമ്മയുടെ അതൃപ്തി വാങ്ങാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ശുശ്രൂഷാർത്ഥ സമർപ്പണാദിഭിഹി പ്രീതം വിധത്യ തയോഹോ എന്നാണ്. ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ ധനം വേണമെങ്കിൽ ധനം കൊടുക്കുക. അമ്മമാർ മരിച്ചു കഴിഞ്ഞെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ അവർക്ക് പ്രേതക്രിയ ചെയ്ത് അവരെ തിരുനെല്ലിയിലോ തിരുനാവായയിലോ അല്ലെങ്കിൽ രാമേശ്വരത്തോ പോയി കർമ്മങ്ങൾ ചെയ്ത് സ്വർഗതി വരുത്തുവാൻ ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. അങ്ങനെ ഇവരുടെ പ്രീതി വരുത്തണം. പ്രേതങ്ങളുടെ പ്രേതാ സ്വമീപിർ വിധതതി സകലാഹ സമ്പദസ്തന്തതിഹി. പ്രേതങ്ങൾ സന്തുഷ്ടരായാൽ എല്ലാ സന്തോഷങ്ങളും തനിക്കും തൻ്റെ വരുന്ന തലമുറയ്ക്കും നൽകുമെന്നാണ് ആചാര്യർ നമ്മെ ഉപദേശിക്കുന്നത്. വലിയ ദാമ്പത്യ ക്ലേശങ്ങളും ഒന്നുമില്ല. 7ാം ഭാവത്തിൽ ശനി വക്രിയായി നിൽക്കുന്നു. കർമ്മസ്ഥാനത്ത് ചൊവ്വയും വ്യാഴവും ഉള്ളതുകൊണ്ട് എടുത്ത് ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക. ഇവിടെ വളരെ അനുകൂലമായ ദിവസമാകുന്നു ചിങ്ങൻ രാശിക്കാർക്ക് 23, 24 തീയതികൾ, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും. പല ജ്യോത്സ്യന്മാരും ജ്യോതിഷികളും ചൊവ്വാഴ്ച ഒരു കർമ്മങ്ങളും ചെയ്യരുതെന്ന് പറയും. പക്ഷേ ചൊവ്വ മംഗളകാരകനാണ്. അവിട്ട നക്ഷത്രവും ചൊവ്വാഴ്ചയുമാണ്. പല കാര്യങ്ങളിലും ഭൂമിപരമായ വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇടപെടാം. പറമ്പ് അളക്കാനും അതിർത്തി തർക്കത്തിനുമൊന്നും പോകരുത്. സഹോദരങ്ങളുമായി നല്ല രഞ്ജിപ്പിൽ നിലനിൽക്കാൻ ശ്രമിക്കുക. ബുധനാഴ്ച ചതയൻ നക്ഷത്രം നല്ലതാണ്. പക്ഷേ അന്ന് കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തീയതിയാണ്. അതിനാൽ സാമ്പത്തിക ഇടപാടുകൾക്ക് ചതുർത്ഥി നല്ലതല്ല. 26ാം തീയതി വെള്ളിയാഴ്ച, 27ാം തീയതി ശനിയാഴ്ച, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ഒരു ശുഭകാര്യങ്ങൾക്കും ചിങ്ങൻ രാശിക്കാർ സ്വീകരിക്കാൻ പാടില്ല. അവരുടെ 8ാം കൂറ് അഷ്ടമരാശി കൂറാകുന്നു. പക്ഷേ 28ാം തീയതി ഞായറാഴ്ച, അശ്വതി നക്ഷത്രം നല്ലതാണ്. സാമ്പത്തിക വിഷയത്തിൽ അനുകൂലമല്ല. അന്ന് കറുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാകുന്നു. വിവാഹം നടത്താൻ ബെസ്റ്റാണ്. വളരെ അനുകൂലമായൊരു ദിവസം 31ാം തീയതി ബുധനാഴ്ച, രോഹിണി നക്ഷത്രം. ഇറ്റ് ഈസ് ഗുഡ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാം. കറുത്തപക്ഷം ദ്വാദശി തിഥിയാണെങ്കിലും ബുധനാഴ്ചയും രോഹിണിയും വളരെ അനുകൂലമായ ദിവസമായി ചിങ്ങൻ രാശിക്കാർക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ സ്ത്രീകൾ, ഗർഭിണികൾ, നാൽക്കാലികൾ ഇവരൊന്നും തന്നെ 31ാം തീയതി ബുധനാഴ്ച യാത്ര ചെയ്യാൻ പാടില്ല. ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമായി ചെയ്യേണ്ട പ്രാർത്ഥനകൾ, നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ്. അഷ്ടമത്തിലെ രാഹുവിന് സർപ്പപ്രീതി, ആയില്യ പൂജ അല്ലെങ്കിൽ സർപ്പബലി, നൂറും പാലും, മഞ്ഞൾ ഇതൊക്കെ ഉപഹാരമായി നാഗങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ശത്രു ധാരാളം വരും. 6ലെ ചന്ദ്രൻ. ശത്രു വരും, ശത്രുവിനെ ജയിക്കും, വീണ്ടും ശത്രു വരും എന്നാണ്. അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി അമ്മയുടെ പേരിൽ മൃത്യുഞ്ജയ അർച്ചന ചെയ്യുക ചിങ്ങൻ രാശിക്കാർ. ശത്രുദോഷം മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ
നാളികേരം കൊണ്ട് ശത്രുമുട്ടി ചെയ്ത് ദോഷനിവൃത്തി വരുത്തുക. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്ക് ഒരു ശോഭനമായ 8 ദിവസക്കാലം നേരുന്നു. നാം അടുത്തതായി ചർച്ച ചെയ്യുന്നു കന്നിരാശി. എന്താണ് കന്നിരാശി? ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്രങ്ങളുടെ സമൂഹത്തെയാണ് നാം കന്നിരാശി എന്ന് പറയുന്നത്. ഇവിടെ കന്നിരാശിയിൽ രാശിയിൽ കേതു, 2-ൽ മാന്തി, 5-ൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ ശനി, 7-ൽ രാഹു, 9-ാം ഭാവത്തിൽ ചൊവ്വ വ്യാഴം, 11-ാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ, 12-ാം ഭാവത്തിൽ ബുധൻ. ആദ്യമായി കന്നിരാശിക്കാരോട് പറയുവാനുള്ള ഒരു സതുപദേശം, ഒരു വാക്കും പ്രോമിസുകളും ആർക്കും കൊടുക്കാൻ പാടില്ല. 12-ലെ ബുധൻ അനാവശ്യമായി ദുർവാക്കുകൾ ഉപയോഗിക്കും. അതിലൂടെ തനിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നു. അതിനെ അടിവരയിട്ട് പറയുന്നു 2-ാം ഭാവത്തിലെ മാന്തി കുളികൻ, നിന്ദ്യാഭിഭാഷി ധനകേ വിവേഷ, താൻ നിന്ദ്യനായിട്ട് സംസാരിക്കുമെന്നൊരു ഫലമുണ്ട്. വിവേഷ എന്നൊക്കെ പറയുമ്പോൾ വികൃതമായ വേഷങ്ങളാണ്. പലപ്പോഴും തൻ്റെ സ്റ്റാറ്റസിന് നിരക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ വസ്ത്രങ്ങൾക്ക് അപകടവും വരിക, ബസ് ചെളിതെറിപ്പിക്കുക. അപ്പോൾ അത് വികൃതമായ വേഷമായി കഴിഞ്ഞു. അപ്പോൾ കൺഫ്യൂഷനായി എന്ത് ചെയ്യണം, വീട്ടിലേക്ക് പോകണമോ? അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ പെടും ഈ വാരക്കാലം കന്നിരാശിക്കാർ. 12-ലെ ബുധൻ ഞാൻ സൂചിപ്പിച്ചു. അനാവശ്യമായ വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ, വേണ്ടാത്ത റാഷ് പ്രോമിസസ് ആർക്കും കൊടുക്കരുത്. തനിക്ക് ആവശ്യമായ വിഷയത്തിൽ മാത്രം പ്രോമിസുകൾ നൽകുക. ധനപരമായ ഒരു പ്രോമിസും നൽകണ്ട, തിരിച്ചു കിട്ടില്ല ഈ ഒരു വാരം. 5-ലെ ചന്ദ്രൻ പഠിതാക്കൾക്ക്, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഹയർ സ്റ്റഡീസ്, ഉപരിപഠനം, യാത്ര, ഇതൊക്കെ തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വാരം വളരെ നല്ലതാണ്. നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യും. പരീക്ഷ എഴുതുവാനൊക്കെ നല്ല മൂടുണ്ടാകുന്നു. ഉദാഹരണമായി പ്രാസംഗികർക്ക് പ്രസംഗിക്കുവാൻ നല്ല യുക്തി വരുന്നു. 12-ലെ ബുധനാണെങ്കിൽ അതിനെ പരത്തിപ്പറയാൻ സഹായിക്കുന്നു. അങ്ങനെ ധാരാളം ഗുണങ്ങൾ ബുധനുണ്ട്. ഒന്നിനെ 10 കാണിക്കാൻ ബുധൻ വളരെ മിടുക്കനാണ്. പക്ഷേ അധികമായാൽ അമൃതും വിഷമാണ്. ബൗദ്ധിക തലത്തിൽ വളരെ നല്ലതാണ്. ഗർഭധാരണം ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചികിത്സയ്ക്ക് പോകാനും ഗർഭധാരണം നടത്തുവാനും ഏറ്റവും അനുകൂലമായ സമയമാണ്. സന്താന സന്തോഷം, സന്തതികളെ കൊണ്ട് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. മക്കളുടെ പഠനം, അവർക്ക് വല്ല സ്കൂളിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം, കോളേജിൽ നിന്നും കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ, ഇതൊക്കെ നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു. 3 ദിവസം മുമ്പേ വളരെ മനോഹരമായ ഒരു ഫോട്ടോ കണ്ടു. ദിലീപിൻ്റെ, മഞ്ജുവാരുടെ മകൾ തൻ്റെ MBBS പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങുന്ന ഒരു മനോഹരമായ മുഹൂർത്തം. അത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാക്കുന്ന ആനന്ദം അത് വർണ്ണനാതീതമാണ്. ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ആ ഒരു മനസ്സന്തോഷം. തൻ്റെ മക്കളുണ്ടാക്കുന്ന നേട്ടങ്ങൾ, മാതാപിതാക്കൾക്കുണ്ടാകുന്ന അഭിമാന മുഹൂർത്തങ്ങൾ, അതിനെ ഇടവരുന്നു ഈ വാരം. 7-ലെ രാഹുവിനെ ശ്രദ്ധിക്കണം. യൂറോളജിയുമായിട്ട് ബന്ധപ്പെടുന്ന, മൂത്രാശയ സംബന്ധമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ വരുന്ന വാരമാകുന്നു. അതേ രീതിയിൽ ഡിസ്കുമായി ബന്ധപ്പെടുന്ന ശാരീരിക ക്ലേശങ്ങൾ ഈ വാരം ശ്രദ്ധിക്കണം. ഭൂമി വാങ്ങുവാനും നിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കും അനുകൂലമായ വാരങ്ങളാണ് ഇനി വരുന്നത്. ഇപ്പോഴേ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭൂമി വിഷയത്തിൽ ചിങ്ങമാസത്തിൽ കുറ്റിയടിക്കാൻ, സ്ഥപതിയെ കണ്ട് ദിനങ്ങൾ ഉറപ്പിക്കാൻ, കട്ടിൽ വെക്കാൻ ഒക്കെ ചിങ്ങമാസം വളരെയധികം സഹായകരമാകുന്നു. അതിനാൽ ഈ കർക്കിടകം 31-നിടയിൽ ഇതൊക്കെ ചെയ്ത് തയ്യാറായിരിക്കുക. കാലസ്യ ആത്മാനുകൂലത്വം, കാലം അനുകൂലമാകുമ്പോൾ നാം എല്ലാം പ്രവർത്തിക്കണം. 11-ലെ സൂര്യനും ശുക്രനും കർമ്മമേഖലയിൽ തനിക്ക് അധികാരം ലഭിക്കുന്നു. രവസംഭവേസം ച ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാത്, തനിക്ക് രാജാവിൻ്റെ മുദ്ര, അംഗീകാരം, ചിഹ്നം ലഭിക്കുന്നു. പ്രതാപാനിലെ ശത്രുവ സമ്പദന്തി, തൻ്റെ പ്രതാപത്തിൽ തൻ്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. സ്ത്രീയോനേകത, പല രൂപത്തിലുള്ള സമ്പത്തുകളും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് സൂര്യനോടുകൂടി ഭാഗ്യാധിപനായ ശുക്രൻ യോഗകാരകനായി അവിടെ വർത്തിക്കുന്നു. 11-ലെ ശുക്രൻ വളരെ നല്ലതാണ്. സാമ്പത്തിക വിഷയത്തിൽ പുത്തൻ പദ്ധതികൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ, തനിക്ക് വായ്പകൾ ലഭിക്കാൻ, മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസ ലോൺ ലഭിക്കാൻ വളരെ അനുകൂലമാണ്. മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നൊരു ഫലമുണ്ട്. അതിനാൽ ശ്രദ്ധിക്കണം. മക്കളുടെ ആരോഗ്യം,
പ്രത്യേകിച്ച് വർഷക്കാലത്ത് അവരുടെ യാത്ര, അവർക്കുണ്ടാകുന്ന പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇതിനൊക്കെ പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. ചെറിയ മക്കളാണെങ്കിൽ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കർഗഹോമം ചെയ്യുക അവരുടെ പേരിൽ. 11 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ അർച്ചന ചെയ്യുക. ഇതൊക്കെ ചെയ്ത് ഈ വാരത്തെ നിങ്ങൾക്ക് 8 ദിവസത്തെ നിങ്ങൾക്ക് മനോഹരമാക്കാം. 23, 24 തീയതി വളരെ അനുകൂലമായ 2 ദിനങ്ങളാണ്. അവിട്ടവും ചതയവും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും. പക്ഷേ ബുധനാഴ്ച ചതയം നക്ഷത്രത്തിന് സാമ്പത്തികമായ ഇടപെടലുകൾക്ക് അനുകൂലമായ സമയങ്ങളല്ല. ഏറ്റവും നല്ല സമയമാണ് 26-ാം തീയതി വെള്ളിയാഴ്ച ഉത്രട്ടാതി, 27-ാം തീയതി ശനിയാഴ്ച രേവതി നക്ഷത്രങ്ങൾ തങ്ങളുടെ 7ാം കൂറാകുന്നു. ആ ദിവസങ്ങളിൽ എല്ലാ ശുഭകാര്യങ്ങളും ചെയ്യുക. 28-ാം തീയതി ഞായറാഴ്ച അശ്വതി നക്ഷത്രം, കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ്. അത് കന്നിരാശിക്കാർക്ക് തങ്ങളുടെ അഷ്ടമരാശി കൂറാകുന്നു, 8ാം കൂറാകുന്നു. ഒരു കർമ്മങ്ങളും ചെയ്യരുത്. 31-ാം തീയതി ബുധനാഴ്ച തങ്ങളുടെ ഭാഗ്യരാശിയുള്ള രോഹിണി നക്ഷത്രമാകുന്നു. കറുത്തപക്ഷത്തിൽ ചന്ദ്രൻ ദുർബലനാണ് എങ്കിലും നല്ല കാര്യങ്ങൾക്കൊക്കെ ബുധനാഴ്ച രോഹിണി നക്ഷത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ശ്രദ്ധിക്കണം, സ്ത്രീകൾ, നാൽക്കാലികൾ, വാഹനങ്ങൾ ഇതിനൊക്കെ അനുകൂലമായ ദിവസമല്ല 31. ഗർഭിണികൾ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ സ്ത്രീകൾ യാത്ര ചെയ്യാനോ ഈ ദിനങ്ങൾ അനുകൂലമല്ല. ഇവിടെ ദോഷപരിഹാരമായി കന്നിരാശിക്കാർ നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത അർച്ചന, ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന ആ മന്ത്രം ജപിക്കുക. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും പരിഹാരങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശി പ്രേക്ഷകർക്കും സുശോഭനമായ ഒരു വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.